بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. ദീർഘ നേരം സംസാരിക്കേണ്ട ആഴത്തിൽ വിശകലനം ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുടെ സാകല്യമാണ് ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യം. കുറഞ്ഞ സമയത്ത് അപഗ്രഥിക്കുക സാധ്യമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ലോകത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ്. അവിടുത്തെ പരിചയപ്പെടുത്തലും അല്ല നമ്മുടെ വിഷയം. ബഹുമാനപ്പെട്ടവർ ഇൽമുൽ കലാം, ഫിലോസഫി, തസവ്വുഫ് എന്നീ മേഖലകളിൽ ഒത്തിരി സംഭാവനകൾ ചെയ്തിട്ടുള്ള മഹാനാണ്. ആധ്യാത്മിക രംഗപ്രവേശത്തിന് ശേഷവും ഇൽമുൽ കലാമിൽ ബഹുമാനപ്പെട്ടവർ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ടവർ സുപ്രധാനമായ 2 രചനകളാണ് നിർവഹിച്ചിട്ടുള്ളത്. വേറെയും ഗ്രന്ഥങ്ങൾ ഉണ്ടാകാം. ഒന്ന് അവിടുത്തെ മഖാസിദുൽ ഫലാസിഫയാണ്. ഫലാസിഫത്തിൻ്റെ മഖാസിദ്, അവരുടെ പ്രമേയങ്ങളും കണ്ടന്റുകളും ഫൽസഫയുടെ കണ്ടന്റുകളൊക്കെ സമാഹരിച്ചു കൊണ്ട് എഴുതിയ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം മാത്രം കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗസാലി ഇമാം റഹിമഹുള്ളാഹ്ക്ക് എന്തോ സംഭവിച്ചു പോയോ എന്നൊക്കെ തോന്നിപ്പോകാം. എന്നാൽ അതിന് ശേഷം ഫിലോസഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ, നമ്മൾ ഫിലോസഫി എന്ന് പറയുമ്പോൾ ദൈക്ഷണികമായി മനനം ചെയ്ത് തീർപ്പുകളിലേക്ക് അല്ലെങ്കിൽ ചില ഫാക്റ്റുകളിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമം എന്ന അർത്ഥത്തിലല്ല ഇപ്പോൾ നമ്മൾ ഇവിടെ ഫിലോസഫി പ്രയോഗിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള പരാമർശങ്ങളൊക്കെ പിന്നീട് വന്നേക്കും. ഇവിടെ അതൊരു ശാസ്ത്രശാഖ എന്ന നിലയിൽ, ഒരു വിജ്ഞാന ശാഖ എന്ന നിലക്ക് പറയുമ്പോൾ നമുക്കറിയാം അത് ചില മസായിലുകളുടെ ഒരു സംയുക്തമായിരിക്കും. അത്തരം ചില മസായിൽ ഇസ്ലാമിനോട് അനുകൂലമായതും പ്രതികൂലമായതും, അനുകൂലമെന്നും പ്രതികൂലമെന്നൊന്നും പറയാൻ പറ്റാത്തതും അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇസ്ലാമിക വിരുദ്ധമായ മസ്അലകൾ സമാഹരിച്ചുകൊണ്ട്
അതിന് ഗ്രീക്കിലെ ഫിലോസഫർമാരുടെ തലവനായിരുന്ന അരിസ്റ്റോട്ടിലും പിൽക്കാലക്കാരായ ഇബ്നു സീന, ഫാറാബിയെ പോലുള്ള ആളുകൾ എഴുന്നള്ളിച്ചിട്ടുള്ള തെളിവുകളും അതിൻ്റെ ഖണ്ഡനങ്ങളുമെല്ലാം ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണ് തഹാഫുത്തുൽ ഫലാസിഫ. 20 മസ്അലകളിൽ വലിയ അബദ്ധം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നും അതിൽ 2-3 മസ്അലകൾ കുഫ്റിന് തന്നെ കാരണമാകുന്ന മസ്അലകളാണ് എന്നും ബഹുമാനപ്പെട്ടവർ അവിടെ രേഖപ്പെടുത്തി. ഇത് ക്രിസ്തുവർഷം 11-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ 12-ാം നൂറ്റാണ്ടിൽ വന്ന ഹിജ്റ 6-ാം ശതകത്തിൽ വന്ന ഇബ്നു റുഷ്ദ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ, അദ്ദേഹം മാലിക്കി ഫിഖ്ഹിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളുകൂടിയാണ്. ഇബ്നു റുഷ്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇബ്നു റുഷ്ദ് അദ്ദേഹത്തിൻ്റെ അതേ പേരിൽ അബുൽ വലിയത് എന്ന കുഞ്ഞത്തും പിതാവിൻ്റെ പേരുമൊക്കെ ഒന്നായ മറ്റൊരു ഇബ്നു റുഷ്ദ് ഉണ്ട്. രണ്ടുപേരെയും തിരിച്ചറിയാൻ വേണ്ടി ഇദ്ദേഹത്തെ ഇബ്നു റുഷ്ദിൽ ഹഫീദ് എന്നും മറ്റേ ഇബ്നു റുഷ്ദ് ഇദ്ദേഹത്തിൻ്റെ വല്യപ്പമാരുടെ കൂട്ടത്തിൽ വരുന്ന ആളാണ്, അജിദാദിൽ വരുന്ന ആളാണ്. അദ്ദേഹത്തെ ഇബ്നു റുഷ്ദിൽ ജദ് എന്നും അറിയപ്പെടും. അദ്ദേഹവും മാലിക്കി ഫഖീഹാണ്. മാലിക്കി ഫിഖ്ഹിലെ ബിദായത്തുൽ മുജ്തഹിദ് എന്ന വിസ്തൃതമായ ഗ്രന്ഥം എഴുതിയത് സാക്ഷാൽ ഇബ്നു റുഷ്ദിൽ ഹഫീദ് തന്നെയാണ്. ആ ഗ്രന്ഥം ഫിഖ്ഹ് പഠിതാക്കൾക്ക് വളരെ വലിയ ഒരു മുതൽക്കൂട്ടാണ്. എന്നാൽ ഫൽസഫയിലേക്ക് വന്നപ്പോൾ, ഫിലോസഫിയിലേക്ക് കടന്നു ചെന്നപ്പോൾ മുൻഗാമികളായ ഇബ്നു സീനക്കും അതുപോലുള്ള ആളുകൾക്കൊക്കെ സംഭവിച്ച അതുപോലുള്ള ഒരു വേള അതിനേക്കാൾ കടുത്ത അബദ്ധങ്ങൾ ഇബ്നു റുഷ്ദിൽ നിന്ന് വന്നുപോയി. അദ്ദേഹത്തിൻ്റെ തഹാഫുത്തുൽ ഫലാസിഫ അദ്ദേഹം എഴുതിയിട്ട് തഹാഫുത്ത് ഗസാലി ഇമാമിന്റെ കിതാബ്, അതിൽ വന്ന അബദ്ധങ്ങളെ അവതരിപ്പിക്കുക എന്ന നിലക്ക് ഗസാലി ഇമാമിന്റെ വാക്കുകളിലെ വീഴ്ചകൾ, സ്ഖലിതങ്ങൾ അവതരിപ്പിക്കുക എന്ന നിലക്കാണ് അദ്ദേഹം തഹാഫുത്ത് എന്ന് അതിന് പേര് നൽകിയത്. അതിൽ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ വാദങ്ങൾ ഗണ്ണിക്കാൻ വേണ്ടി വിഫലമായ ശ്രമങ്ങൾ നടത്തി. ചില വാദങ്ങളൊക്കെ അരിസ്റ്റോട്ടിലിനില്ല, അത് ഇബ്നു സീനന്റെ വാദമാണ്, അത് ഇബ്നു സീന പറഞ്ഞതാണ്. അരിസ്റ്റോട്ടിലിന് അങ്ങനെ വാദമൊന്നുമില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സാക്ഷാൽ ഗസാലി ഇമാം റഹിമഹുല്ലാഹ് തന്നെ തഹാഫുത്തുൽ ഫലാസിഫ എഴുതിയപ്പോൾ ഇബ്നു സീനയെ പോലുള്ള ഇസ്ലാമിക ലോകത്ത് ഇക്കാലത്ത് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളുകളെ റദ്ദ് ചെയ്യലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അരിസ്റ്റോട്ടിലിന്റെ ഗ്രീക്കിലോ മറ്റോ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഈ വാദങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ട ഒരു കാര്യവുമില്ല. അരിസ്റ്റോട്ടിലിയൻ വാദങ്ങളായി ദർശനമായി ഇവിടെ എഴുന്നള്ളിക്കപ്പെടുന്നതെന്തോ അതിൻ്റെ റദ്ദാണ് ഇവിടെ ഗസാലി ഇമാം റഹിമഹുല്ലാഹ് നിർവഹിച്ചിട്ടുള്ളത്. ഇതുപോലെ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ഒരു സലഫികളുടെ ആശയ സ്രോതസ്സായ ഒരു വ്യക്തി 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മുജസ്സിമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. തജ്സീമിന്റെ സാക്ഷാൽ കടുത്ത സ്വരീഹായ തജ്സീം വാദം അദ്ദേഹം എഴുന്നള്ളിച്ചതായിട്ട് നമുക്ക് നേരിൽ കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹം
തൗബ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഇബ്നു തൈമിയ്യ തന്നെയാണോ സംഭവലോകത്ത് യഥാർത്ഥത്തിൽ ജീവിച്ച ഇബ്നു തൈമിയ്യ? അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ റദ്ദ് ചെയ്യുന്നത് ഈ ഗ്രന്ഥങ്ങളിൽ ഇബ്നു തൈമിയ്യയുടേതായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ഈ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഇബ്നു തൈമിയ്യ. ഇതല്ലാത്തൊരു ഇബ്നു തൈമിയ്യയാണ് റിയൽ വേൾഡിൽ ജീവിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് സംസാരമേ ഇല്ല എന്ന് പറയാം. എന്നതുപോലെ അരിസ്റ്റോട്ടിലിന്റെ വാദങ്ങളായി ഇവിടെ എഴുന്നള്ളിക്കപ്പെട്ട വാദങ്ങൾ, ആ വാദങ്ങളുടെ റദ്ദാണ് സാക്ഷാൽ ഹുജ്ജത്തുൽ ഇസ്ലാമിൽ ഗസാലി റഹ്മത്തുള്ളാഹി നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഗസാലി ഇമാമിന് മറുപടി പറയുമ്പോൾ അരിസ്റ്റോട്ടിൽ അങ്ങനെ വാദമൊന്നും ഉണ്ടായിട്ടില്ല, അത് ആരോ ഇബ്നു സീനയോ മറ്റോ പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ചില ഭാഗങ്ങൾ അങ്ങനെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്നാൽ മറ്റു ചിലത് അതിനെ അംഗീകരിച്ചുകൊണ്ട് അതാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ അഖീദ എന്ന് സ്ഥാപിക്കാനുള്ള വ്യർത്ഥമായ ശ്രമങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആലമിന്റെ ഖിദമുമായി ബന്ധപ്പെട്ടാണല്ലോ പ്രധാനമായ ഒരു ആരോപണം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അവരുടെ ഒരു വിദണ്ഡവാദമായിട്ട് ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളത് ആലം അനാദിയാണ് എന്ന് ഫലാസിഫത്ത് വാദിച്ചതാണ്. ആലമിന്റെ അനാദിത്വം അത് അല്ലാഹു അല്ലാത്തവർക്ക് ചാർത്തി കൊടുക്കുന്നത് കുഫ്റാണ്. ഇതിനെതിരെ അങ്ങനെ അരിസ്റ്റോട്ടിലിനും വാദമില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അതാണ് ശരിയെന്ന് സ്ഥാപിക്കാനുള്ള വ്യർത്ഥമായ ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് ഇൽമുൽ കലാമിൻ ഉലമാഉൽ കലാം അവതരിപ്പിച്ചിട്ടുള്ള ഈ പ്രപഞ്ചം അബ്സല്യൂട്ട് നത്തിങ്ങിൽ നിന്ന് ഉണ്മയിലേക്ക് വന്നിട്ടുള്ളതാണ് എന്ന് പറയുന്ന അതിനു വേണ്ടി അവതരിപ്പിക്കപ്പെടുന്ന തെളിവ് ദലീലുൽ ഹുദൂസ്. ദലീലുൽ ഹുദൂസിനെ അതൊരു ദലീലല്ല, അത് യഥാർത്ഥ ദലീലല്ല എന്ന് സ്ഥാപിക്കാനൊക്കെ മുമ്പ് ശ്രമിച്ചതായിട്ട് കാണാം. അള്ളാഹുവിന്റെ വുജൂദിന് ദലീലുൽ ഹുദൂസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം ആസ്തികതയാണ് സത്യം ശരി എന്നതിന് നാസ്തികർക്കെതിരെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു തെളിവാണ്. അതുപോലെ ത്രിത്വവും മറ്റുമൊക്കെ രംഗപ്രവേശം ചെയ്യുമ്പോൾ അതിനെ റദ്ദ് ചെയ്തുകൊണ്ട് ഇസ്ലാമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു തെളിവാണ്. അഹ്ലുസുന്നയാണ് ശരി, സലഫിസമല്ല എന്ന് സ്ഥാപിക്കാനും ദലീലുൽ ഹുദൂസ് കൊണ്ട് സാധിക്കും. അങ്ങനെ ബഹുമുഖമാനങ്ങളുള്ള ഒരു തെളിവ്, അതാണ് ദലീലുൽ ഹുദൂസ്. ഈ ദലീലുൽ ഹുദൂസിനെ അദ്ദേഹം റദ്ദ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ളുഅ്ഫ്, ബാലിശത, അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റുകളുടെ ഒരു ദൗർബല്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ തെളിവ്, ഒരൊറ്റ ഉദാഹരണം മാത്രം മതി. അദ്ദേഹം പറയാണ്, ഈ ഹുദൂസ് ആലം ഹാദിസായതാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ, ഹുദൂസ് എന്ന് പറഞ്ഞാൽ അതൊരു അറളല്ലേ, അതൊരു ഗുണമാണല്ലോ. അപ്പോൾ അറള് നിലകൊള്ളണമെങ്കിൽ, അറള് എന്ന് പറഞ്ഞാൽ തന്നെ അത് സ്വന്തമായി നിലനിൽക്കാത്ത ഒന്നല്ലേ. അപ്പൊ ഈ അറള് ഹുദൂസ് എന്ന് പറയുന്ന അറള് നിലകൊള്ളണമെങ്കിൽ ഇവിടെ ചില പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കേണ്ടതല്ലേ? എങ്ങനെയുണ്ട് വാദം? ഹുദൂസ് എന്ന് പറഞ്ഞാൽ അതൊരു അറളാണല്ലോ. അറള് സ്വന്തമായി നിലനിൽക്കൂല, അപ്പൊ അതിന് ജൗഹർ വേണം. അപ്പോൾ ഹുദൂസ് നിങ്ങൾ എപ്പോ പറയുകയാണെങ്കിലും അപ്പൊ ആ ഹുദൂസ് നിലകൊള്ളുന്ന ഒരു ജൗഹർ അതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇതാണ് വാദം.
നമ്മളെ ചെറിയ വിദ്യാർത്ഥികൾക്ക് പോലും അറിയാം ഹുദൂസ് എന്ന് പറഞ്ഞാൽ അറളല്ല എന്ന്. അറള് എന്ന് സാധാരണ ഇത്ലാഖ് ചെയ്താൽ ഉദ്ദേശിക്കുന്നത് വുജൂദിയായ മഅനയാണ്. പദാർത്ഥങ്ങളിൽ കുടികൊള്ളുന്ന വുജൂദിയായ മഅനക്കാണല്ലോ അറള് എന്ന് പറയുക. ഹുദൂസ് എന്ന് പറയുന്നത് അതൊരു വുജൂദിയായ അറളല്ല, അല്ല മഅനയല്ല എന്ന് നമ്മളെ ചെറിയ മക്കൾക്ക് പോലും അറിയാം. അപ്പൊ ഒരു ഇല്ലാത്ത ഒന്ന് നിലവിൽ വരിക, ഈ നിലവിൽ വരിക എന്ന് പറയുമ്പോ നമ്മളെ ഉലമാഉൽ കലാമിന്റെ ഇമാം അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി ഉൾപ്പെടെയുള്ളവർ വുജൂദ് അത് ദാത്തിന്റെ ഐനാണ് എന്ന് പറഞ്ഞത് കാണാം. ദാത്തിനേക്കാൾ സായിദായ അംറാണ് എന്ന് പറഞ്ഞവരും ദാത്തിനേക്കാൾ സായിദായ ഒരു വുജൂദിയായ അംറാണ് എന്ന അർത്ഥത്തിലല്ല അത് പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ദാത്ത് എന്ന് പറയുന്ന ആ മഫ്ഹൂമും വുജൂദ് എന്ന് പറയുന്ന മഫ്ഹൂമും രണ്ടും രണ്ട് കൺസെപ്റ്റാണ് എന്ന അർത്ഥത്തിൽ, രണ്ടും രണ്ട് മഫ്ഹൂമാണ് എന്ന അർത്ഥത്തിലാണ് സായിദായ അംറാണ് എന്ന് പറഞ്ഞവരും പറഞ്ഞിട്ടുള്ളത്. തത്വത്തിൽ അതൊരു വാചികമായ ഒരു വ്യത്യാസം മാത്രമാണ്. അപ്പോ ഈ ദാത്ത് എനിക്ക് ഞാനാകുന്ന ഈ ദാത്തിന് വുജൂദുണ്ട് എന്ന് പറഞ്ഞാൽ വുജൂദ് വേറെയും ഈ ദാത്ത് വേറെയും, ഇങ്ങനെ രണ്ട് എൻറ്റിറ്റി ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയൂല. എന്നാൽ ഹുദൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹുദൂസ് എന്ന് പറഞ്ഞാൽ വുജൂദ് തന്നെ. ഹുദൂസ് വുജൂദല്ലേ? പക്ഷേ ആ എല്ലാ വുജൂദും ഹുദൂസ് അല്ല. അദമ് സാബിഖായ നേരത്തെ വസ്തു ഇല്ലായിരുന്നു, പിന്നീട് നിലവിൽ വന്നു എന്ന് പറയുന്ന ആ മസ്ബൂഖും ബിൽ അദമായ ആ വുജൂദിനാണ് ഹുദൂസ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഹുദൂസ് എന്ന് പറയുന്ന ഇഅ്തിബാരിയായ അല്ലെങ്കിൽ വുജൂദ് എന്ന അർത്ഥത്തിൽ പറയാവുന്ന ആ ഒരു സംഗതിയെ അറളായി അവതരിപ്പിക്കുകയും അപ്പൊ അറള് നിലനിൽക്കണമെങ്കിൽ ജൗഹർ വേണ്ടേ എന്ന ആനത്തലയോളം പോകുന്ന ചോദ്യം ചോദിക്കുകയുമാണ് ഇബ്നു റുഷ്ദ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ബാലിഷമായ ഖണ്ഡനങ്ങളാണ് മൂപ്പര് തഹാഫുത്തിൽ ഉടനീളം ആദ്യന്തം നിർവഹിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഇലാഹിയാത്ത് എന്ന് പറയുന്ന തിയോളജിക്കൽ ആ രംഗത്ത് അദ്ദേഹത്തിന് വന്നിട്ടുള്ള അബദ്ധങ്ങൾ മിക്കതും മറ്റു ഗ്രീക്ക് ഫിലോസഫേഴ്സിന് വന്നിട്ടുള്ള അബദ്ധങ്ങൾ തന്നെയാണ്. നുബുവ്വത്തിന്റെ ബാബിലും നുബുവ്വത്തിലേക്ക് കടന്നു വരുമ്പോ അദ്ദേഹം ചില വാദങ്ങൾ കൂടി അവതരിപ്പിച്ചു. അമ്പിയാക്കന്മാര് നുബുവ്വത്തുമായിട്ട് നുബുവത്ത് വാദവുമായി കടന്നു വരുന്ന സന്ദർഭത്തിൽ അവരെ വാദത്തിന് തെളിവായിട്ട് അവർ കൊണ്ടുവരുന്ന ഒരേ ഒരു തെളിവ് അത് മുഅ്ജിസത്താണ്. അപ്പൊ വേറെയും തെളിവുകളില്ലേ? മുഅ്ജിസത്തല്ലാത്ത വേറെയും തെളിവുകൾ ഉണ്ടല്ലോ. ഇമാമുൽ ഹറമൈനി റഹ്മത്തുള്ളാഹി അതിനെക്കുറിച്ച് ഒരു നിർണായകമായ പ്രസ്താവന നടത്തിയതായിട്ട് കാണാം. നുബുവത്തിന് തെളിവായി എന്ത് നമ്മളെ ആ പ്രവാചകനോ മറ്റൊരാളോ പ്രവാചകന്റെ പ്രവാചകത്വത്തിന് തെളിവായി അവതരിപ്പിക്കുമ്പോഴും ആ കാര്യം ഒന്നെങ്കിൽ ഒരു സർവ്വസാധാരണമായ ഒരു മുഅ്തദായ ഒരു കാര്യമായിരിക്കും, പ്രവാചകന് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ഈ പ്രവാചകൻ അല്ലാത്തയാൾക്കും അവതരിപ്പിക്കാൻ കഴിയുന്ന പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കണം. അല്ലെങ്കിൽ പ്രവാചകനല്ലാത്തവരിലൂടെയും പ്രകടമാകുന്ന ഒരു കാര്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് തെളിവാകൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അതല്ല, അതൊരു ഖാരിഖാണ്,
ഒരു അത്ഭുതം അല്ലെങ്കിൽ പ്രാപഞ്ചികമായ നിയമങ്ങളെ വയലേഷൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഖാരിഖുൽ ആദത്തായ ഒരു കാര്യം. ഖാരിഖുൽ ആദത്തായ കാര്യമാണെങ്കിൽ അതോടൊപ്പം ഈ ആരിൽ നിന്നാണോ ഈ കാര്യം പ്രകടമാകുന്നത് അദ്ദേഹം പ്രവാചകത്വം വാദിച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ അല്ലാതിരിക്കണം. പ്രവാചകത്വം വാദിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് പ്രവാചകത്വത്തിന്റെ തെളിവാകൂല എന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. പ്രവാചകത്വം ഇദ്ദേഹത്തിന് തന്നെ വാദമല്ല, പിന്നെ അതെങ്ങനെ പ്രവാചകത്വത്തിന്റെ തെളിവാകല്? അല്ല, ഇദ്ദേഹം പ്രവാചകത്വം ബാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഖാരിഖ് ഈ പ്രവാചകത്വവാദിയുടെ കൈക്ക് വെളിപ്പെടുമ്പോൾ അതിന്റെ പേര് തന്നെയാണ് ഏത്? ഈ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ ഇനി പ്രവാചകത്വത്തിന്റെ തെളിവായിട്ട് എന്ത് അസാധാരണമായ ജീവിതം ഗസാലി ഇമാം റഹിമഹുള്ളാഹി നമ്മുടെ റസൂലുള്ളാഹി നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ അമ്പിയാക്കന്മാർക്കും ഉണ്ടാകുന്നതാണ്. റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ തെളിവുകൾ അവതരിപ്പിച്ച കൂട്ടത്തിൽ അവിടുത്തെ ഒരുപാട് കമാലാത്തുകൾ പറഞ്ഞിട്ട് പറഞ്ഞതെന്താ? ഈ കമാലുകളുടെ മജ്മൂഅ് ഒരു നബി അല്ലാത്തവർക്ക് ഉണ്ടാവൂല എന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? ഈ മജ്മൂഅ് ഒരു ഖാരിഖാണ്. ഈ ഖാരിഖ് ആരുടെ കൈക്ക് വെളിപ്പെട്ടു? പ്രവാചകത്വവാദിയുടെ കൈക്ക് വെളിപ്പെട്ടു. അതിന്റെ പേരെന്നല്ലേ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അപ്പോ ഏത് തെളിവ് നിങ്ങൾ പ്രവാചകത്വത്തിന്റെ തെളിവായി അവതരിപ്പിച്ചാലും അതൊക്കെയും മുഅ്ജിസത്ത് എന്ന സംജ്ഞയുടെ കീഴിൽ വരും, അതിന്റെ പരിമിതിക്കുള്ളിൽ വരും എന്ന കാര്യം വ്യക്തമാണ്. ഞാനിത് പറഞ്ഞത് എന്തിനാണ്? ഇബ്നു റുഷ്ദ് അദ്ദേഹത്തിന്റെ തഹാഫുത്ത് ഒക്കെയാണല്ലോ നമ്മുടെ വിഷയം. അദ്ദേഹം ഇബ്നു റുഷ്ദ് എന്ന് പറയുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചർച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫൽസഫയുമായി ബന്ധപ്പെട്ട ആ ഒരു ചർച്ച തഹാഫുത്തിൽ ഒതുങ്ങേണ്ടതല്ല. നുബുവത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വേറെ ചില ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഫലാസിഫത്ത് പൊതുവെ പറയാറുള്ള വിഷയം തന്നെയാണ്. പക്ഷെ അക്കൂട്ടത്തിൽ അദ്ദേഹം മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. മുഅ്ജിസത്തൊന്നും അതങ്ങനത്തെ അത്ര വലിയൊരു തെളിവൊന്നുമല്ല. മുഅ്ജിസത്ത് അത് അത്ര വലിയ തെളിവൊന്നുമല്ല. ഇതേ വാദം പിന്നെ ഖുർആനിനെ മൂപ്പര് തെളിവാക്കി പറയുന്നുണ്ട്. ഖുർആനിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് വെറും ഖാരിഖ് മൂപ്പര് രണ്ട് തരത്തിലുള്ള മുഅ്ജിസത്തുകളായിരുന്നു. ബറാനിയായ ഖാരിഖ് എന്നൊരു ഖാരിഖ്, പിന്നെ ഖുർആനാകുന്ന മുനാസിബായ ഖാരിഖ്. അതായത് ഒരാള് നുബുവത്ത് വാദവുമായി വരുമ്പോൾ മുഅ്ജിസത്ത് തെളിവാകണമെങ്കിൽ ഇത് ഈ നബിക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സംഗതിയാണെന്ന് ആദ്യം മനസ്സിലാകണ്ടേ. ഇതിനു മുമ്പ് ഒരാളുടെ നുബുവത്ത് പ്രവാചകത്വം കുറെ മുർസലീങ്ങൾ ഉണ്ട് എന്ന് ആദ്യം സ്ഥിരപ്പെടുത്തി. എന്നിട്ട് അവർക്ക് അത്തരം ആളുകൾക്ക് മാത്രം ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇത് എന്ന ഒരു സംശോധന, ഒരു ഇസ്തിഖ്റാഖ്. ഈ ഇസ്തിഖ്റാഖ് നടത്തിയതിന്റെ ശേഷമല്ലേ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോ ഇത് നമ്മളെ ജുംഹൂറിനൊക്കെ ആമത്തുന്നാസിനൊക്കെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന തെളിവുകൾ, അല്ലെങ്കിൽ അവരോട് അങ്ങനത്തെ തെളിവുകളൊക്കെ പറയാം. പക്ഷെ ഖാസത്ത് ഉണ്ടല്ലോ, ഖാസത്ത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരെന്നല്ല മൂപ്പര് ഉദ്ദേശിച്ച ഖാസത്ത്, ഫലാസിഫത്ത്. ഔലിയാക്കന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വലിയ വേദന. ഓല ഖാസത്തായിട്ട് അവതരിപ്പിക്കുകയും നമുക്ക് നമ്മുടെ മേഖലകൾക്കപ്പുറമുള്ള ഒട്ടേറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് ബേജാറില്ല. കാരണം അതൊരു സത്യമാണല്ലോ. അതേസമയത്ത് മൂപ്പര് ഖാസത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നല്ല, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ എന്ന് പറയുന്ന ഉലമാഉ പോലെന്നെ ഏത് ഈ ഹുക്കമാ എന്ന് മൂപ്പര് പറയുന്ന ഫലാസിഫത്ത്.
അവർക്ക് മനസ്സിലാകുന്നത് അവരൊക്കെ മനസ്സിലാകുന്നത് അങ്ങനത്തെ വലിയ തെളിവൊന്നുമല്ല, ഇത് അതിന് മാത്രം പോകുന്ന തെളിവൊന്നുമല്ല എന്ന് ഓൽക്ക് മനസ്സിലാവും. എന്നാലും അവരോടുള്ള നിർദ്ദേശം എന്താ? ഈ ആമത്തിന് എന്ത് ചെയ്യരുത്, വസ്വാസാക്കരുത് എന്ന് തന്നെയാണ് ഓലോടുള്ള നിർദ്ദേശം. ഫലാസിഫത്തിനോട് ഒരു പ്രത്യേക നിർദ്ദേശം ലഭിച്ച ആയത്തും ഹദീസും മൂപ്പർക്ക് പറയാനൊന്നും ഉണ്ടാവില്ല. മൂപ്പര് ഖുർആനിനെയും ഹദീസുകളെയൊക്കെ ഇതിന് ദുരുപയോഗപ്പെടുത്തുന്നുമുണ്ട്. നമ്മൾ നേരത്തെ തജ്സീം വാദവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഖുർആനിലും ഹദീസിലൊക്കെ തജ്സീമൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആമത്തിനോട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഖാസത്തിന് തിരിയുന്നതൊന്നും ഇതൊന്നും ഇങ്ങനല്ല. ആ തഅ്വീലൊക്കെ ഖാസത്തിന് തിരിയുന്ന സംഗതി ഇവരോട് ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഇവർ വിശ്വസിക്കേണ്ടതും തന്നെ നദരിയത്തുൽ ഹഖീഖത്തൈനി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്, ഒരു തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. രണ്ട് ഫാക്റ്റുകൾ, ഇത് രണ്ടും വിശ്വസിക്കേണ്ട രണ്ടു തരം അഖീദകളുണ്ട്. രണ്ടു തരം അഖീദകളുണ്ട്. അത് രണ്ടും ആമത്ത് വിശ്വസിക്കേണ്ട ഒരു തരം അഖീദയുണ്ട്, ഖാസത്ത് വിശ്വസിക്കേണ്ട ഒരു തരം അഖീദയുണ്ട്. അങ്ങനെ രണ്ട് അഖീദ ഉണ്ടോ? മാക്സിമം എത്ര എന്ത് വരെ പറയാം. ഇപ്പൊ ജിഹത്തൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവര് ഖാസിറുൻ നദറായത് കൊണ്ട് അവരെ ഹക്കിൽ അത് മുഗ്തഫറാണെന്ന് പറയാം. അല്ലാതെ അതൊരു വിശ്വസിക്കേണ്ട അഖീദയാണെന്ന് അവരും പറഞ്ഞിട്ടില്ലല്ലോ. മനസ്സിലാണോ? ജിഹത്തുമായി ബന്ധപ്പെട്ട മൂപ്പര ചർച്ച മറ്റൊന്നാണ്. ജിഹത്ത് ഉണ്ട് അള്ളാഹ്ക്കുണ്ട്, അത് ഖാസത്തും അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടത്. എന്നാ അള്ളാഹ്ക്ക് മക്കാനില്ല, താനും മക്കാനില്ല, ജിഹത്ത് ഉണ്ട്. മനസ്സിലായില്ലേ? മക്കാന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇല്ല, ജിഹത്ത് ഉണ്ട് എന്നാണ് മൂപ്പർ പറയുന്നത്. ജിസ്മിയത്ത്, ജിസ്മ് അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല, അതും മൂപ്പർ പറയുന്നത്. ആമത്ത് വിശ്വസിക്കേണ്ട എങ്ങനെയാണ്? ഓല് ജിഹത്ത് മാത്രം ഉണ്ട് എന്നല്ല വിശ്വസിക്കേണ്ടത്. ഓല് ജിഹത്തുണ്ട്, മക്കാനുണ്ട്, ജിസ്മിയത്തുണ്ട്, ഒക്കെ വിശ്വസിക്കാം. അതുപോലോട് അങ്ങനെയാണ് അവരോടുള്ള കൽപ്പന. അങ്ങനെ ഇതൊരു ദലീല് തന്നെയാണെന്നോ മറ്റോ അല്ല മൂപ്പർ പറയുന്നത്. സാക്ഷാൽ അഖീദ തന്നെ അങ്ങനെയാണ്. എന്തുമാതിരി അബദ്ധം പിടിച്ച നമ്മളെ ആലമ് ഖദീമാണെന്ന് വാദിച്ചതോടുകൂടി തന്നെ കഥ കഴിഞ്ഞിട്ട് അത് വേറെ കാര്യം. വീണ്ടും വീണ്ടും അബദ്ധങ്ങൾ തന്നെ പറയാൻ വേണ്ടിയുള്ള ഒരു ജീവിതം. വളരെ ബാലിശമായ വാദങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ മുഴുവനും എഴുന്നള്ളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തഹാഫുത്തുൽ ഫലാസിഫയിൽ അവതരിപ്പിച്ചിട്ടുള്ള വാദഗതികളെയോ അതിൻ്റെ എവിഡൻസുകളെയോ തൊടാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രം പറയാനല്ലാതെ ഇപ്പോൾ നമുക്ക് സമയമില്ലല്ലോ. ഇനി അദ്ദേഹവുമായും അതുപോലെ മറ്റു നിയോ ഫിലോസഫിയുമായും അതിൻ്റെ പുതിയ ചലനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വിശകലനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫിലോസഫി എന്ന് പറയുന്നത്, ഞാൻ വളരെ ലളിതമായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. ഫിലോസഫി എന്ന് പറയുന്നത് ഉസ്താദ് പറഞ്ഞ പോലെ ഒരു ദെക്കാർത്തിന് മുമ്പ്, അതായത് 1600-കൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഉപയോഗമല്ല പിൽക്കാലത്ത് ഫിലോസഫി എന്ന ടേമിന് ഉണ്ടായിട്ടുള്ളത്. അതൊരു കോൺസെപ്റ്റിൻ്റെ എവല്യൂഷനാണ്. അപ്പോൾ പക്ഷെ എന്നതുകൊണ്ട് നമ്മൾക്ക് ആ ആശയങ്ങളെല്ലാം സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വിഷയം ഫിലോസഫിയോടുള്ള മുസ്ലിം പ്രതികരണങ്ങൾ എന്നുള്ള, ഫിലോസഫി എന്ന് പറഞ്ഞ സാധനവും അതുപോലെ അതിന് ശേഷം ഉണ്ടാകുന്ന മുസ്ലിം എന്ന് പറഞ്ഞ ഈ രണ്ട് വിഷയങ്ങളും ഒരൊറ്റ നിലക്ക് നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത ഒരു വാക്യമാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ സംഭവ ലോകമാണ്. സംഭവ ലോകത്തിൽ അത് രണ്ടും ഒറ്റ നിലക്ക് വിശദീകരിക്കാൻ പറ്റില്ല. കാരണം അശ്അരികൾ, ഉദാഹരണത്തിന് അശ്അരികൾ ഫിലോസഫിയോട് സ്വീകരിക്കുന്ന ഒരു സമീപനവും
അതുപോലെ മാതുരീദികൾ സ്വീകരിക്കുന്ന സമീപനവും, ഇനി ഇമാം റാസി അടക്കമുള്ള ഉലമാ പറഞ്ഞതുപോലെ സൂഫികൾ സ്വീകരിക്കുന്ന സമീപനവും, ഇതെല്ലാം വ്യത്യസ്തമാണ്. അപ്പോ ഒരു ആശയത്തെ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ഒരു ഏലിയൻ ആശയത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന ഒരു ചിന്തയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ തഹാഫുത്തുൽ ഫലാസിഫയിൽ ഇപ്പോൾ ഖദീമായ ലോകത്തെ പറ്റി, അവരുടെ വാദഗതിയെ പറ്റി അതിനെ വിമർശിക്കുന്നുണ്ട്. അവർ അങ്ങനെ ഒരു വാദത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം അവരുടെ കോസ് എഫക്റ്റ് തിയറി എന്ന് വെച്ചാൽ നമ്മളെ നളറിയത്തു സബബിയ, അതിൻ്റെ പ്രശ്നമാണ്. നളറിയത്തു സബബിയ ഫിലോസഫേഴ്സ് പറഞ്ഞത് ഒരു സബബ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ലറൂറത്തൻ അപ്പോൾ തന്നെ ഉണ്ടാകണം എന്നൊരു എന്താ പറയാ ഒരു ആശയാണ് അവരുടെ ഒരു അസ്ല്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു അപ്പോൾ അവരുടെ ലോകത്തിൻ്റെ കോസായിട്ട് അവർ കാണുന്നത്, പ്രൈം മൂവറായിട്ട് അരിസ്റ്റോട്ടിൽ കാണുന്നത് ഗോഡ് എന്ന അള്ളാഹു നമ്മൾ പറയുന്ന ഒരു എൻറ്റിറ്റി, ദാത്താണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സ്ക്രിപ്ചറൽ സൊസൈറ്റി, നമുക്ക് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഹദീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോഴ്സുകൾ, നമ്മളെ ഇൽമിന്റെ സോഴ്സുകൾ, അസ്ബാബുൽ ഇൽമ് എന്ന് പറഞ്ഞതിൽ ഖുർആനും ഹദീസും കൂടെ ഉണ്ട്. നമ്മളെ ഫിലോസഫിക്കലി പറയുന്ന സലാസത്തുൻ എന്ന് പറഞ്ഞ നമ്മൾ അഖീദയിൽ അസ്ബാബുൽ ഇൽമി സലാസ എന്ന് പറഞ്ഞതിൽ ഫിലോസഫേഴ്സിന് അതിന് മൂന്നാമത്തേത് ഇല്ല, ഈ നഖ്ലൻ കിട്ടുന്ന അറിവ്. അപ്പൊ ഖുർആൻ ഹദീസ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ദാത്തല്ല ലോകത്തിന്റെ കാരണം. നമ്മൾക്ക് അള്ളാഹുവിന്റെ സിഫാത്തുകൾ കൂടെ ഉണ്ട്, 20 സിഫത്തുകൾ. മുഅ്തസിലത്തിനോടുള്ള ഒരു പ്രശ്നവും അതാണ്. അപ്പോ അള്ളാഹുവിന്റെ ദാത്ത് കൊണ്ട് തന്നെ ലോകം എന്ന എഫക്റ്റ് ഉണ്ടാകില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിന്റെ ഇറാദത്തും ഖുദറത്തും അവന്റെ ഇൽമും ഒക്കെ ഈ സിഫാത്തുകളുടെ ഒക്കെ ഒരു സംയമനമാണ് ഈ ലോകം ഉണ്ടായി തീർക്കുന്ന കാരണം. അപ്പൊ അള്ളാഹുവിന്റെ ഇറാദത്ത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അവിടെ ഖിദം എന്ന് പറയുന്ന പോയിന്റ് ഇല്ല. അള്ളാഹുവിനെ ലോകത്തെ സംബന്ധിച്ച് ഖദീമാവുക എന്ന് പറയുന്ന ഒരാവശ്യം ലോജിക്കലി ഇസ്ലാമിന്റെ ഫിലോസഫിക്കുള്ളിലില്ല. ഇങ്ങനെ ഉസൂലുകളിലൂടെയാണ് നമ്മൾക്ക് ആധുനിക ഫിലോസഫിയെയും അല്ലെങ്കിൽ മുൻകാല ഫിലോസഫിയൊക്കെ നേരിടാൻ പറ്റുള്ളൂ. അപ്പോൾ ദെക്കാർത്ത് എന്ന് പറഞ്ഞിട്ട് റെനെ ദെക്കാർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രഞ്ച് ഫിലോസഫർ, അദ്ദേഹമാണ് മോഡേൺ ഫിലോസഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ മെത്തഡോളജി, അദ്ദേഹം അറിവാണല്ലോ നമ്മുടെ വിഷയം, അറിവിനെ നമ്മൾക്ക് എങ്ങനെ യഖീൻ ഉണ്ടാക്കാം, ഇതാണ് ആളുടെ ആദ്യത്തെ സംശയം, ആദ്യത്തെ പ്രശ്നം. ആൾ അതിനു ആൾ ഒരു സ്വീകരിച്ച രീതി എന്ന് പറയുന്നത് സംശയം അല്ലെങ്കിൽ ചിന്ത, കൊജിറ്റോ എഗോസം എന്നാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാനുണ്ട് എന്ന് പറയും. ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിന്ത. അപ്പൊ സംശയം എന്ന ആശയം, അല്ലെ ഞാൻ സംശയിക്കുന്നു. അപ്പൊ സംശയിക്കാൻ ഒരു വ്യക്തിയുണ്ട്. എൻ്റെ ശരീരത്തെക്കുറിച്ച് എനിക്ക് സംശയിക്കാം, പക്ഷെ എൻ്റെ മനസ്സിനെ എനിക്ക് സംശയിക്കാൻ പറ്റില്ല, കാരണം സംശയിക്കാൻ ഒരു വ്യക്തി അവിടെ ഉണ്ട്. അതുകൊണ്ട് മനസ്സുണ്ട്, മൈൻഡുണ്ട്, മൈൻഡിനെ കുറിച്ച് എനിക്ക് യഖീനുണ്ട്. അതിലൂടെയാണ്, അപ്പൊ സംശയം എന്നൊരു പോയിന്റിൽ നിന്നാണ് അയാൾ യഖീനിലേക്ക് എത്തുന്നത്. നമ്മളെ സംബന്ധിച്ച് സംശയം എന്നതല്ല നമ്മുടെ അടിസ്ഥാനപരമായ പോയിന്റ്, നമുക്ക് ഖുർആനും ഹദീസും തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഖുർആനും ഹദീസൊക്കെ ഒരു ഭാഷാപരമായ അസ്തിത്വങ്ങളാണ്. അപ്പൊ ഭാഷയിലൂടെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ അവിടെ മീനിങ്ങിനെ കുറിച്ചുള്ള ചർച്ച, മാനയെ പറ്റിയുള്ള ചർച്ച, അതുപോലെ മാന വരുമ്പോ ഖാരിജിലെ നഫ്സിൽ അംറിലെ ഇങ്ങനത്തെ പല വിഷയങ്ങളും അവിടെ ചർച്ചയ്ക്ക് വരും. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ബേസിക്കലി ഫിലോസഫി ഇല്ലാതെ ശരിക്കും ഇസ്ലാമിനെ തന്നെ മനസ്സിലാക്കാൻ പറ്റൂല. ഈ അർത്ഥത്തിന് നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ഫിലോസഫി എന്ന് പറഞ്ഞ ഒരു സ്കൂൾ ആയിട്ടല്ല പറയുന്നത്, റിയാലിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം എന്ന അർത്ഥത്തിൽ. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. മുസ്ലിങ്ങൾ ഇതിനോട് എൻഗേജ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോ ദെക്കാർത്തിന് ശേഷം ജർമ്മനിയിൽ വന്നൊരു വളരെ പ്രശസ്തനായ ഒരു ഫിലോസഫറാണ് ഇമ്മാനുവൽ കാന്റ് എന്ന് പറഞ്ഞിട്ട്.
കാന്റ് പക്ഷേ ഈ ഒരു എന്താ പറയുക എപ്പിസ്റ്റമോളജിയോട് മൊത്തത്തിൽ കാന്റിന് പ്രശ്നമുണ്ട്. കാന്റ് വേറെ പല നിലക്കും ഇതിനൊക്കെ തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പ്യൂർലി റാഷണൽ ബേസിസിൽ ഇതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനോട് കാന്റിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, കാന്റ് പറയുന്നത് നമ്മുടെ അഖിലിലുള്ള, നമ്മളെ ബുദ്ധിയിലുള്ള, റീസണിലുള്ള കാറ്റഗറികൾ കൊണ്ട് മാത്രം നമുക്ക് ലോകത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളെ എക്സ്റ്റേണൽ റിയാലിറ്റിയെ, ഖാരിജിനെ മനസ്സിലാക്കാൻ പറ്റും. കാറ്റഗറി നമ്മൾ മക്കൂലാത്ത് എന്ന് പറഞ്ഞിട്ട്, ഉദാഹരണത്തിന് നമ്മൾ മക്കൂലാത്ത് എന്ന് പറയാം. കാന്റിന്റെ കാറ്റഗറികൾ വ്യത്യസ്തമാണ്. എന്നാൽ പോലും മക്കൂലാത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഓർഗനോൺ എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞ അവകളിലൂടെ മാത്രമേ നമുക്ക് ലോകത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാന്റിന്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ഇത് നമ്മുടെ റാഷണൽ, നമ്മുടെ റീസണിലുള്ള ഒരു പോയിന്റാണ്. ഇത് ലോകത്തുള്ള റിയാലിറ്റി അല്ല. കാന്റ് പറയുന്നത് ലോകത്ത് ഒരു നഫ്സുൽ അംർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, ഒരു വാഖ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. നഫ്സുൽ അംർ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് വാഖയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ലോകത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയുള്ളൂ. അപ്പോൾ നഫ്സുൽ അംർ എന്താണെന്നുള്ള, അപ്പം ന്യൂമനോൺ എന്ന് പറയും, ഫിനോമിനോൺ എന്ന് പറയും. ന്യൂമനോൺ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം നമ്മളെ റാഷണൽ ബേസിസിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് ആൾ പറയുന്നത്. ഇങ്ങനെ ഇതിന് ശേഷം ഉണ്ടായ ഒരുവിധം ഫിലോസഫി എല്ലാം ഒന്നുകിൽ കാന്റിനോടുള്ള റെസ്പോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ കാന്റിനെ പിൽക്കാലത്ത് കാന്റിനെ ഡെവലപ്പ് ചെയ്ത ആളുകളായിരിക്കും. ഹേഗൽ എന്ന് പറഞ്ഞിട്ടൊരു ഫിലോസഫർ, അദ്ദേഹം കാന്റിനെ ക്രിട്ടിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ റസൽ തുടങ്ങിയ അനലിറ്റിക് ഫിലോസഫേഴ്സ് കാന്റിനെ ക്രിട്ടിക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതിന് പല പല വെർഷൻസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ കോണ്ടിനെന്റൽ ഫിലോസഫി എന്ന് പറഞ്ഞിട്ട്, അനലിറ്റിക്കൽ ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് 1900-കളിൽ ഉണ്ടായ ഒരു സ്പ്ലിറ്റ് ഉണ്ട്, ഷിസം. അപ്പോൾ അനലിറ്റിക് ഫിലോസഫിയുടെ വലിയൊരു പോയിന്റ്, ലാംഗ്വേജിൽ അനലൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് റിയാലിറ്റിയെ മനസ്സിലാക്കാൻ പറ്റുമെന്നും, അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ആണ് ഫിലോസഫി എന്നും, ലാംഗ്വേജിനെ അനലൈസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഫിലോസഫി ഉള്ളതെന്നും. അപ്പോൾ മെറ്റാഫിസിക്സ് പോലത്തെ ആശയങ്ങളോട് അവർക്ക് പ്രശ്നമുണ്ട്. അതിന് എജെയർ എന്ന് പറഞ്ഞിട്ടൊരു ഫിലോസഫർ പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, ഫാൾസിഫയബിലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയും, അല്ലെങ്കിൽ വെരിഫിക്കേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മെറ്റാഫിസിക്സിനെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് എന്താ പറയുക, അവർ പറയും അത് ഇല്ലോജിക്കലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന അസംബന്ധമാണെന്ന് പറയും. ഇങ്ങനെയാണ് മോഡേൺ ഫിലോസഫി പല നിലക്ക് നമുക്ക് ഇത് മാത്രമല്ല വേറെയും പല നിലക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലോസഫർ ഉണ്ട്, ആൽഫ്രഡ് നോട്ട് വൈറ്റ് ഹെഡ്. അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോസസ് തിയോളജി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തിയോളജി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി, അതിൻ്റെ ഇസ്ലാമിക ആപ്ലിക്കേഷനെ പറ്റി ഇൻഷാല്ലാ അടുത്ത് തന്നെ തിബാക്കിലൊരു ലേഖനം അടുത്ത് പബ്ലിഷ് ചെയ്യപ്പെടും. ഒരു സുഹൃത്തിൻ്റെ ലേഖനം വരുന്നുണ്ട്. തിബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ പബ്ലിഷ് ചെയ്യും ഇൻഷാല്ലാ. ഇങ്ങനെ വളരെ വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ് ആധുനിക ഫിലോസഫി എന്ന് പറയുന്നത്, ദെക്കാർത്തിന് ശേഷമുള്ള. ഇതിനോടുള്ള മുസ്ലിം എൻഗേജ്മെന്റ് ഇത് വളരെ വളരെ വ്യത്യസ്തമായ നിലക്ക് തന്നെയാണ്. അല്ലാമ മുസ്തഫ സബരി എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖുൽ ഇസ്ലാമായിരുന്നു, ഒട്ടോമൻ സുൽത്താനേറ്റിന്റെ അവസാനത്തെ ഷെയ്ഖുൽ ഇസ്ലാമായിരുന്നു മുസ്തഫ സബരി. തൻ്റെ മൗഖിഫുൽ അഖ്ലി വൽ ഇൽമി വൽ ആലം എന്ന് പറഞ്ഞിട്ടൊരു മൾട്ടി വോള്യം ഉള്ള ഒരു കിതാബിൽ കാന്റിനോടുള്ള ഒരു റെസ്പോൺസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അഷ്അരി കലാമിന്റെ ബേസിസിൽ തന്നെ കാന്റിനോടുള്ള ഒരു ക്രിട്ടിക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാന്റിന്റെ എന്താ പറയുക, കാറ്റഗറിയോടുള്ള പ്രശ്നം, അതുപോലെ ലോജിക്കൽ, എപ്രിയോറി, അതേപോലെ പോസ്റ്റീരിയോറായി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാന്റിന്റെ കുറെ അയാളുടെ കുറെ കണ്ടീഷനോട് തന്നെ നമ്മൾക്ക് പ്രശ്നമുണ്ട്. ആ കണ്ടീഷൻ തന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തുടങ്ങിയ ആദാബുൽ ബഹ്തി വൽ മുനാദറയുടെ കൃത്യമായ നിയമങ്ങൾ പാലിച്ച് തന്നെ വളരെ സുന്ദരമായിട്ട് അതിനോട് എൻഗേജ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം മുസ്തഫ സബരിയുടെ എൻഗേജ്മെന്റിന് ശേഷം ഇപ്പൊ നിലവിൽ ജീവിച്ചിരിക്കുന്ന ഹസൻ സ്പൈക്കർ എന്ന് പറഞ്ഞിട്ടൊരു സ്കോളർ വേറൊരു നിലയ്ക്ക് ഇതിനോട് എൻഗേജ് ചെയ്യുന്നുണ്ട്. ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി തങ്ങളെ പോലത്തെ സൂഫിയാക്കളായ ആളുകളുടെ കശ്ഫ്, അതുപോലത്തെ മറ്റു സൂഫി മെത്തഡോളജിയിലൂടെ കിട്ടിയ അറിവിനെ കൂടെ കലാമിൽ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു മിസ്റ്റിക്കൽ കലാം എന്ന് പറയുന്ന ഒരു തരത്തിലൊരു പുതിയ കലാം. ഇത് സ്പൈക്കർ കൊണ്ടുവരുന്നതല്ല, ഇതിനു മുമ്പ് തന്നെ ഇബ്ൻ ബഹാഉദ്ദീൻ പോലത്തെ ഒട്ടോമൻ ഉലമാ ഇതിനെ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ രസകരമായിട്ട് തന്നെ ഷംസുദ്ദീൻ അൽ ഫനാരിയൊക്കെ അതിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. അതുപോലെ അങ്ങനത്തെ കുറെ സൂഫികളായ മുത്തക്കല്ലിമീങ്ങൾ
ഇതിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഹസൻ സ്പൈക്കർ വളരെ വളരെ സുന്ദരമായിട്ട് തന്നെ, അതിനോട് നമുക്ക് വിമർശങ്ങളുണ്ടാവും, പക്ഷെ സുന്ദരമായിട്ട് തന്നെ ഇതിനെ അവതരിപ്പിക്കുന്നുണ്ട്. ആധുനിക ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിയാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ശ്രമം എന്ന അർത്ഥത്തിന് ഇപ്പൊ സയൻസ് ഒക്കെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് വരിക. സയൻസ് ഒരു റിയാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ശ്രമമാണ്. സയൻസിനോടൊക്കെ നമ്മൾ എൻഗേജ് ചെയ്യുന്ന രീതി, ഉദാഹരണത്തിന് ഷുഐബ് മാലിക് എന്ന് പറഞ്ഞിട്ടൊരു പാക് ബ്രിട്ടീഷ് സ്കോളർ ഉണ്ട്, ഷുഐബ് അഹമ്മദ് മാലിക്. ഇദ്ദേഹം എവല്യൂഷണറി തിയറി എന്ന ഡാർവിന്റെ വളരെ പ്രശസ്തമായ, വളരെ പ്രശ്നകരമായ ഒരു തിയറിയോട്, ഒരു സിദ്ധാന്തത്തോട് ഇദ്ദേഹം ഗസാലി ഇമാമിന്റെ ചില സ്പെക്കുലേഷൻ വഴി എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഗസാലി ഇമാം നളറിയത്തു സബബിയ അവതരിപ്പിച്ച ഒരു അശരികൾ പൊതുവെ പറയുന്നതാണ്. ഗസാലി ഇമാം അതിനെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. അതായത് ഇവര് പറയുന്ന പോലെ ഗ്രീക്ക് ഫിലോസഫേഴ്സ് പറഞ്ഞതുപോലെ, അതിനുശേഷം അൽഫാറാബി, അൽ കന്ദി, അതുപോലെ ഇബിൻ സീന തുടങ്ങിയ മുസ്ലിം ഫലാസിഫത്ത് പറഞ്ഞതുപോലെ അല്ല എല്ലാ സബബിന്റെയും എഫക്റ്റ് വരുന്നത് ആദിയായിട്ടാണ്, ലറൂറത്തായിട്ടല്ല. അള്ളാഹു ഹൽക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ എഫക്റ്റ് ഉണ്ടാവുക. ഒരു കോസ് ഉണ്ടായി എന്ന് കരുതിയത് കൊണ്ട് അതിന്റെ എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. അതിന്റെ എഫക്റ്റ് അള്ളാഹു ഹൽക്ക് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക എന്നതാണ് നമ്മുടെ നളറിയത്ത് സബബി. ഇതിനെ കുറെ കൂടെ വിശദീകരിക്കാണ്ട് ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരാ, പക്ഷെ സ്റ്റിൽ ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ഈ ഒരു ആശയം വെച്ചിട്ട് അള്ളാഹുവിന്റെ ആക്റ്റീവായിട്ടുള്ള ഇടപെടൽ എന്നൊരു ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഷുഐബ് മാലിക് ഈ എവല്യൂഷൻ എന്ന തിയറിയെ അതിനോട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ എവല്യൂഷൻ എന്നുള്ള തിയറി ഉദാഹരണത്തിന് ഇസ്ലാമിന്റെ അഖീദയോട് അടിസ്ഥാനപരമായി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ആശയമാണോ അതോ അല്ലയോ തുടങ്ങിയ ചർച്ചകൾ. ആ പുസ്തകം അവൈലബിൾ ആണ്, PDF ആയിട്ട് അവൈലബിൾ ആണ്, ഓപ്പൺ ആക്സസ് ആണ്, വായിക്കാവുന്നതാണ്. ഇസ്ലാം ആൻഡ് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ആശയങ്ങൾ ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നില്ല, പക്ഷെ അതിനെ എതിർക്കേണ്ടതുമില്ല എന്നതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അതിൽ അദ്ദേഹം നടത്തിയ കൺക്ലൂഷൻസിനോട്, കാരണം അദ്ദേഹം പറയുന്നത് ആദം നബിയെ അള്ളാഹു പടച്ചു എന്നതാണ് ഖുർആനിൽ നേരെ പറഞ്ഞത്. പടച്ചു എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് തന്നെ പടച്ചത് ആദം നബിയെയാണ്. മറ്റുള്ള വസ്തുക്കളെ പറ്റിയൊന്നും പ്രത്യേകം അവയെ ഓരോന്നും പഠിച്ചു എന്ന അർത്ഥത്തിനല്ല സംസാരിക്കുന്നത്. അപ്പോൾ എവല്യൂഷൻ എന്ന ഒരു സീക്വൻസിലൂടെയാണ് അള്ളാഹു താല അവയെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് ഇസ്ലാമിന്റെ അഖീദയോട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്. അതിനോട് നമ്മൾ അനുകൂലമായ പ്രതികൂലമായ സംസാരിക്കുന്നില്ല, പക്ഷെ എൻഗേജ് ചെയ്യുന്ന രീതി, നമ്മളെ ട്രഡീഷനിൽ നിന്നുള്ള ആശയങ്ങൾ എടുത്തിട്ട് നമ്മൾ ആധുനിക ലോകത്തെ എങ്ങനെ എൻഗേജ് ചെയ്യാം എന്നതിനൊരു ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ വർക്ക്. ഇതിന്റെ ഒരു മോഡേൺ ഫിലോസഫി, ഇപ്പൊ വെസ്റ്റേൺ ഫിലോസഫിയാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത്. ഇനിയിപ്പോ ഇന്ത്യൻ ഫിലോസഫിയിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ തന്നെ വേറൊരു വെർഷനാണ്. ഇന്ത്യൻ ഫിലോസഫിയിൽ ഇപ്പോൾ വേദാന്ത, അതുപോലെ വിശിഷ്ടാദ്വൈത, അതേപോലെ അതിനു മുമ്പ് ബുദ്ധിസ്റ്റ് ഫിലോസഫി. ഈ ഫിലോസഫി ഇപ്പൊ ബുദ്ധിസ്റ്റ് ഫിലോസഫിയിലൊക്കെ വളരെ വളരെ റാഡിക്കലായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾക്ക് നമ്മുടെ കണ്ടീഷൻസ് ഓഫ് തോട്ട് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് തനാക്കുൽ ഉണ്ടാകില്ല എന്നതാണ്, ഇജ്തിമാഉൻ നഖീദൈനി ഉണ്ടാകില്ല എന്നതാണ് നമ്മുടെ ഒരു കണ്ടീഷൻ. പക്ഷെ ഇതിനോടൊക്കെ അവർക്ക് പ്രശ്നമുണ്ട്. ഇജ്തിമാഉൻ നഖീദൈനി ഉണ്ടാകില്ല. അവർ പറയുന്ന ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡ് 90 ഡിഗ്രി ആണെങ്കിൽ മറ്റു സൈഡൊന്നും പിന്നെ 90 ഡിഗ്രി ആവില്ല. ഇതാണ് നമ്മുടെ ലോജിക്കലി നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സാധനം. പക്ഷെ ഇത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ മാത്രമാണ്. ഇത് 2D ആയിട്ട് ഒരു 2 ഡയമെൻഷനിലുള്ള ഒരു ട്രയാങ്കിൾ മാത്രമാണ്. ഇങ്ങനെ ഒരു ബോളിൽ നമുക്ക് ഉദാഹരണത്തിന് ഒരു 3 ഡയമെൻഷനിൽ നമുക്ക് ട്രയാങ്കിൾ തന്നെ 2 90 ആംഗിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ റെഫറൻസ് മാറുമ്പോൾ, ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുമ്പോൾ നമ്മളെ ലോജിക്കലും കണ്ടീഷൻസിനും പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇവർ പറയുന്നത് നമ്മൾക്ക് ഏത് നിലക്കാണ് നമുക്കിതിനെ
ഇത്തരം കണ്ടീഷൻസിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇത് ശരിയാണ്, നമ്മളുടെ ഒരു ഫാൻറ്റസി അല്ല എന്നെങ്ങനെ മനസ്സിലാക്കാം എന്ന് തുടങ്ങിയ സംശയങ്ങളാണ് അവർ ഉദ്ധരിക്കുക. അതിനെതിരെ ഇന്ത്യൻ ഫിലോസഫി തന്നെ ഇപ്പോൾ സാഖ്യ, ന്യായ തുടങ്ങി, വൈശേഷിക തുടങ്ങി ലോജിക്കൽ സ്കൂളുകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരതിനോട് വളരെ സുന്ദരമായി ഇടപെടും. പക്ഷെ ആ ഇടപെടലുകളിലും പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾക്ക് അവയോട് എൻഗേജ് ചെയ്യുമ്പോൾ നമ്മുടെ ഉസൂൽ എന്തെന്ന് മനസ്സിലായി. അതിന് നമ്മുടെ ഉസൂൽ എന്ന് പറയുമ്പോൾ ഉസൂലുദ്ദീനും ഉസൂലുൽ ഫിഖ്ഹും വരണം. കാരണം ഉസൂൽ ഫിഖിലാണ് ലാംഗ്വേജിൻ്റെ, ഫിലോസഫി ഓഫ് ലാംഗ്വേജ് വളരെ കൂടുതൽ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഉണ്ടാവുക. ഈ ഏരിയകളിൽ നമ്മൾ കൃത്യമായി അറിവുണ്ടാക്കിയ ശേഷം അപ്പോൾ ചിലപ്പോൾ ഈ വിഷയങ്ങളിൽ നമ്മൾക്ക് കൂടുതൽ അപ്ഡേഷൻ വേണ്ടി വരും എന്ന് തോന്നും. അത് ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരുമായിട്ട് സംസാരിക്കേണ്ടി വരും. പക്ഷെ സ്റ്റിൽ അവയെ എൻഗേജ് ചെയ്യേണ്ടത് നമ്മുടെ ഉസൂലുകളെ ബേസ് ചെയ്തിട്ടായിരിക്കണം എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. ആഴത്തിലേക്കുള്ള പോക്കൊന്നും രണ്ടുപേരും നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടാകും. കാരണം ഇമാം ഗസാലി റഹ്മഹുല്ലാ നടത്തിയ ഒരു ആർഗ്യുമെൻ്റ്, അതിൻ്റെ റദ്ദ് ഒന്ന് മാത്രം പറയാൻ തന്നെ നമ്മുടെ ഈ സമയം പര്യാപ്തമല്ല എന്നതാണ് അതിൻ്റെ കാരണം. നേരത്തെ കോസ് ആൻഡ് എഫക്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ. കോസും എഫക്റ്റും തമ്മിലുള്ള ആ ഇർത്തിബാത്ത് ആദിയായ ഇർത്തിബാത്താണ്. അതിനെ വളരെ മോശമായി തസ്നിയ ചെയ്ത് പറയുക എന്നല്ലാതെ ഇബ്നു റുഷ്ദ് എന്തുകൊണ്ട് അതങ്ങനെയല്ല എന്ന് പറയാൻ മൂപ്പര് ശ്രമിക്കുന്നില്ല. അത് ലറൂറത്തിനെ നിഷേധിക്കലാണ്. എന്ത് ലറൂറത്ത് അവിടെ ഉള്ളത്? ഇന്ന സംഗതി ഉണ്ടായപ്പോൾ മറ്റേ സംഗതി ഉണ്ടായി, അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. നാറ് സ്പർശിച്ചപ്പോൾ കത്തി നശിച്ചു, ചാമ്പലായി. ഇവിടെ രണ്ട് ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, ഈ നാറ് ഇതിനെ കരിക്കുന്നു, അങ്ങനെ അത് ചാമ്പലാകുന്നു. മറ്റൊന്ന്, ഈ നാറ് സ്പർശിക്കുമ്പോൾ എക്സ്റ്റേണലായ ഒരു ഫോഴ്സ് ആ പ്രക്രിയ നിർവഹിക്കുന്നു, അങ്ങനെ അത് കത്തിച്ചാമ്പലാകുന്നു. ഇവിടെ നാം കാണുന്നത് ഈ ഒരു ഇഖ്തിറാന് മാത്രമാണ്. ഇതുണ്ടാകുമ്പോൾ അതുണ്ടാകുന്നു, ഇതിനല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇതിൽ തെളിവില്ല എന്ന് ഗസാലി ഇമാം റഹ്മുള്ള പറഞ്ഞതിനെ തൊടാൻ പോലും ഇബ്നു റുഷ്ദിന് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇതുണ്ടാകുമ്പോൾ അതുണ്ടാകുന്നു. അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. എക്സ്റ്റേണലായ ഒരു ഫോഴ്സ് ഈ പ്രക്രിയ നിർവഹിക്കുന്നു എന്ന ആ സാധ്യത ഇല്ല എന്ന് സ്ഥാപിക്കാത്ത കാലത്തോളം ഈ കാര്യം തന്നെയാണ് ഈ എഫക്റ്റ് എന്ന് നമ്മൾ കോസ് എന്ന് നമ്മൾ വിളിക്കുന്ന അതു തന്നെയാണ്. യഥാർത്ഥത്തിൽ അത് അബ്സല്യൂട്ട് കോസ് അല്ല. കോസ് എന്ന് പറയുന്നത് തന്നെ ആലങ്കാരിക പ്രയോഗമാണ്. ഇതാണ് ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഈ ഒരു ഇഖ്തിറാനിൽ നിന്ന് ഇത് ബിയുമായി ഈ നിലക്ക് ഇഖ്തിറാന് പുലർത്തിയപ്പോൾ ബിയെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ അതിൽ സ്വാധീനം ചെലുത്തി തഅ്സീർ ചെയ്തു എന്ന് തെളിയിക്കാൻ, ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് തെളിയിക്കാൻ ഇബ്നു റുഷ്ദിന് സാധിച്ചിട്ടില്ല. അതൊക്കെ ലറൂറത്തിന്റെ ജഹദാണ്. അങ്ങനെയുണ്ടല്ലോ വഹാബികളൊക്കെ പറയല്. ദുആന്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ എല്ലാവർക്കും അറിയില്ല. ദുആ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകലേ ചെയ്തിട്ടുള്ളൂ. ഏതായാലും ഫിലോസഫി അത് ആഴത്തിൽ അങ്ങനെ പഠിക്കേണ്ട ഒരു സാധനമൊന്നുമല്ല. അതേസമയത്ത് ഇൽമുൽ കലാം അതൊരു മരുന്നായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട ഒരു സാധനമാണ്. രോഗം ഉള്ളയിടത്ത്
മരുന്ന് ആവശ്യമായി വരും. രോഗികൾ അല്ലാത്തവരിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യേണ്ട കാര്യം ഇല്ല എന്ന് ഗസാലി ഇമാം റഹ്മുള്ള തന്നെ ഇൽജാമുൽ അവാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അവാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തലീകെട്ട് കെട്ടാതെ നടക്കുന്നവരിൽ മാത്രമല്ല, തലീകെട്ട് കെട്ടിയോല കൂട്ടത്തിലും ആ അവാമുണ്ടാവും. കാരണം ഒരു ഫന്നിൽ ആമിയായ ആള് മറ്റേ ഫന്നിൽ വലിയ ആലിമായിരിക്കും. ഇൽമുൽ കലാമിനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ചിലപ്പോൾ തലീകെട്ട് കെട്ടാത്ത ആളായിരിക്കും, അയാൾ ഈ ഫന്നിൽ ആമിയ ആയിക്കൊള്ളണം എന്നുമില്ല. അപ്പോൾ ആമിയായ ആളുകളിലേക്ക് ഇതിനെ കൊണ്ടുവരരുത് എന്ന് ഗസാലി ഇമാം റഹ്മുള്ള പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, അതിനെ നമുക്ക് ഒരു കണ്ണുപൊട്ടൻ്റെ വടി പോലെ നമുക്ക് ഈ കലാമിയായ ദലീലുകൾ മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട അല്ലാമ ബൂത്തി റഹ്മുള്ള അവിടുത്തെ ഹിക്കമിൻ്റെ ഷർഹിൽ പറഞ്ഞ ഇമാമിങ്ങളാരെങ്കിലും ആ ഉദാഹരണം ഗസാലി ഇമാം മറ്റോ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഉദാഹരണമാണത്. ഉംയാനിൻ്റെ വടികൾ പോലെ, ഉംയാനിൻ്റെ വടി അന്ധത ഉള്ളവർക്കാണ് ആ വടി ആവശ്യമുള്ളത്. അന്ധത ഇല്ലാത്തവരാരാണ്? അതാണ് സൂഫിയത്ത്. സൂഫിയത്തിനെ സംബന്ധിച്ചിടത്തോളം വടി ആവശ്യമില്ല. അവർ നേർക്കുനേരെ കാര്യങ്ങളെ വീക്ഷിക്കുന്നവരാണ്. ആ ഒരു ഇയാനിൻ്റെ ദറജയിലേക്ക് എത്തുന്നത് വരെ ഇൽമുൽ കലാം മരുന്ന് പോലെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് എന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാം പഠിക്കാനും ഉപയോഗപ്പെടുത്തേണ്ട ഇടങ്ങളിൽ അത് ഉപയോഗപ്പെടുത്താനും തൗഫീഖ് ചെയ്തു തരുമാറാവട്ടെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി വനൂരി അർശിഹി സയ്യിദനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.